ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉച്ചയൂണ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കായും ക്യാരറ്റ് തോരനാണ് ഉണ്ടാക്കിയുള്ളത്. പിന്നെ മീൻ വറുത്തതും മത്തി മുളകിട്ട കറിയാണ് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് 2 കായും, അതായത് പച്ചക്കായ, പിന്നെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കായ്ക്ക് കറ വരുന്നതുകൊണ്ടാണ് ഈ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നാടൻ മുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളക്കാന്താരിയാണ് കേട്ടോ, അത് പഴുത്തു പോയതാണ്. അപ്പോൾ എരിവ് അവനവൻ്റെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചുമന്നുള്ളി 4 വെളുത്തുള്ളി 3 അല്ലിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 3-4 മണി അത്ര മതി കുരുമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് കറിക്കിതേ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അത് കഴിഞ്ഞൊരു കടായി ചൂടാകുമ്പോൾ അതിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചുള്ള അരപ്പുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തേങ്ങയിലോട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെ പച്ചപ്പ് നല്ലതുപോലെ മാറണം, അപ്പോഴാണ് ഈ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് വരിക കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കത് നടുക്കിനൊന്ന് മാറ്റി വെച്ചിട്ട് കായും ക്യാരറ്റും വെള്ളമെല്ലാം മൂറ്റി കളഞ്ഞതിന് ശേഷം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ മതി വെള്ളം ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മീൻ കറി വയ്ക്കാം. 2 തക്കാളിയും 4 അല്ലി വെളുത്തുള്ളിയും 5 ചുവന്നുള്ളിയും മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് 1/4 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതി ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ബാക്കിയും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം. മൊത്തം 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാകുമ്പോൾ 2.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പുളി എല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ചോള പുളിയാണ് എടുത്തിട്ടുള്ളത്. പാകത്തിന് ചേർത്ത് തിളച്ചതിന് ശേഷം മാത്രം മീനിട്ട് കൊടുക്കുക. ഒരു 3/4 കിലോൻ്റെ അടുത്ത് മത്തിയാണ് ഉള്ളത് കേട്ടോ. അത് 1 കിലോ മത്തി മേടിച്ചാൽ ഞാൻ കുറച്ച് വറുക്കാനും എടുത്തു, ബാക്കി കറി വെച്ചു, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി തിള വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ നമ്മുടെ കറിയിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറി കേട്ടോ, അത് സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇത്. ഇപ്പോൾ നമ്മുടെ തോരനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കായ എന്ന് പറഞ്ഞത് നേന്ത്രക്കായ എടുത്തുള്ള കേട്ടോ, കറിക്കായ അല്ല. ഇതൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതുപോലെ വെള്ളം കുറച്ച് തെളിച്ച് ഇങ്ങനെ ആ രീതിയിൽ വേവിച്ചെടുക്കുകയാണ് നല്ലത്. ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തോരനും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ തോരനും. അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം ഇതും. ഇനി നമുക്ക് മത്തി വറുക്കാം. മത്തിയിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് വയ്ക്കൊന്നും വേണ്ട, നമുക്ക് അപ്പം തന്നെ വറുക്കാം. എളുപ്പത്തിൽ മത്തി വറുക്കുന്ന ഒരു രീതി കേട്ടോ അത്. ഇത് നല്ല ടേസ്റ്റാണ്. പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മത്തി നിരത്തി വയ്ക്കുക. ഒരു സൈഡ് വേകുമ്പോൾ അടുത്ത സൈഡും തിരിച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ വറുത്തതും മീൻ കറിയും തോരനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിളമ്പി കഴിക്കേ വേണ്ടൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.